ഹായ് ഹലോ അങ്ങനെ ഞങ്ങൾ പട്ടം പറത്താനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ടും. കുറേ പേര് പട്ടമൊക്കെ വാങ്ങിച്ചിട്ട് പറത്തുന്നുണ്ടായിരുന്നു. ഇവിടെയല്ല, കുറച്ച് മേലോട്ടായിട്ട് കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പട്ടം പറത്തുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഗിരീഷേട്ടനാണ് പട്ടം പറത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് കേട്ടതും ഞങ്ങളിവിടെ ഒരാൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എവിടെ പാട്ട് കേട്ടാലും അപ്പോൾ ഒരു ഡാൻസ് മസ്റ്റാണ്. കളിക്കും വീഴും കളിക്കും വീഴും, ഇതാണ് പരിപാടി. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് ഞാനും സൗമ്യ ചേച്ചി. കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് വലിയ പുറത്തോട്ട് പോക്കോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഡെയിലി ചെയ്യുന്ന ഒരേ റുട്ടീനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പോകുന്ന സ്ഥലമോ ദൂരമോ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഈ സന്തോഷത്തിന് കാരണം. നമ്മൾ കുറച്ച് സമയം നമ്മൾ ഫാമിലിയുമായിട്ട് പുറത്തൊക്കെ പോയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനേക്കാളും കൂടുതൽ വലിയൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടാനില്ല. അതിപ്പോൾ വീട്ടിൽ നിന്ന് ഒത്തിരി ലോങ്ങ് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ നിന്ന് അടുത്ത് എവിടെ പോയാലും നമ്മൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളും. അങ്ങനെ അവർ പട്ടം പറത്തുന്നൊന്നും റെഡി ആവാത്തതുകൊണ്ട് സൗമ്യ ചേച്ചി പറയുന്നത് പിന്നെ നമ്മൾ പൈനാപ്പിൾ മുറിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ചേച്ചി പൈനാപ്പിൾ മുറിക്കുന്നുണ്ട്. ഉപ്പും മുളക് പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പാട്ടൊക്കെ സൗണ്ടിൽ വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കുന്നതാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിച്ച് അവിടുന്ന് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അത്രയേ ഉള്ളൂ.